ഹലോ നമസ്കാരം ഗായ്സ്. വെറുതെ ഉണ്ടായ വള്ളിമ്മൽ നിന്നും എനിക്ക് ഇത്രയും അധികം ഫ്രാഷൻ വിട്ട് കിട്ടി. കാരണം ഞാനിത് നട്ടതല്ല, വെറുതെ ഉണ്ടായതാണ്. ഏകദേശം ഉണ്ടായപ്പോൾ ഞാൻ വെറുതെ ഒരു ടെറസിൻ്റെ മുകളിലേക്ക് ഒരു കയറ് കെട്ടിക്കൊടുത്ത് ഒരു പന്തൽ പോലെ ഇട്ട് കൊടുത്തു. അതിന്മേലാണ് കായ്ച്ചിട്ട് നല്ല കായ് ഫലം കണ്ടോ. ഏകദേശം കുറച്ചൊക്കെ പഴുത്തു. നല്ല മധുരം, നല്ല അടിപൊളി സാധനം. വയലറ്റ് കളറാണ്, പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. ഇത്രയും നല്ലൊരു ഫ്രൂട്ട് വേറെ ഇല്ല. ഇതിന് യാതൊരു പരിപാലനം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു വല മാത്രം കെട്ടിക്കൊടുത്തു. നല്ല ഫ്രൂട്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് കായ്ച്ചു. ഇനിയും കുറേ കായ് ഉണ്ട്, പച്ചയും ഗ്രീനൊക്കെ ആയിട്ട്. ഫ്രാഷൻ ഫ്രൂട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവും കിട്ടും. യാതൊരു പരിപാലനമില്ലാതെ കായ്ച്ച കൊണ്ടേ ഇരിക്കും ചെയ്യും. എന്നും പറിക്കും ചെയ്യും. നല്ല വിലയുമുണ്ട്. ഇപ്പോൾ ഇന്നൊക്കെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ മാർക്കറ്റ് 145 രൂപയാണ് ഒരു കിലോന്. 145, 4-5 കായ് ഉണ്ടെങ്കിൽ ഒരു കിലോനാവും. നല്ല വിലയാണ്. നല്ലൊരു കൃഷി സാധ്യതയുള്ളൊരു ഫ്രൂട്ടാണ് ഫ്രാഷൻ ഫ്രൂട്ട്. നമ്മളെ വയനാട് ഭാഗത്തൊക്കെ ഏകദേശം സ്റ്റാർട്ടായി. നമുക്ക് എല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഫ്രാഷൻ ഫ്രൂട്ട്. നല്ല ഇതാണ്. ഒരു വള്ളിമെന്നാണ് ഇപ്പോൾ ഇതൊക്കെ കായ് കണ്ടോ. ഇഷ്ടം പോലെ ഇതൊക്കെ പഴുത്തതാണ്. നല്ല പഴുത്തതായതാണ്. ഇതൊക്കെ വിളവെടുക്കാമെന്ന് കരുതി. ഇതൊക്കെ പഴുത്ത വയലറ്റ് കളറായ പഴുത്തു. ഇത് പച്ച കളറാവും, പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ വയലറ്റ് കളറാവും. ഇത് എങ്ങനെയോ ഉണ്ടായ ഒരു വള്ളിയാണ്. അപ്പോൾ അതിനൊരു കയറ് കെട്ടിക്കൊടുത്തു. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ഉണ്ടായി വളർന്നു. നല്ല ഉഷാറായി. ഇനി കൊല്ലങ്ങളോളം കായ് പറിക്കാം. ഇങ്ങനെയാണ്. യാതൊരു കീടങ്ങളോ ശല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ഫ്രാഷൻ ഫ്രൂട്ട്. ഏറെ ഔഷധ ഗുണമുള്ളൊരു ഫ്രൂട്ടുമാണ് ഫ്രാഷൻ ഫ്രൂട്ട്. ഇന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പം മഞ്ചേരി ബഡ്ജറ്റിൽ 145 രൂപയാണ് ഒരു കിലോന്. അത്രയും വിലയുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പം നല്ല കൃഷി ചെയ്താൽ നല്ല വിളവും കിട്ടും, കാര്യങ്ങളും കിട്ടും. ഇതുപോലെ കൊലയായിട്ടുണ്ടാവും. നല്ല വെയിൽ വേണം. കണ്ടോ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല വൈലറ്റാണ്, നല്ല മധുരമാണോ. പറിച്ചപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. നല്ല മധുരം, ഒരു വെറൈറ്റി കളർ കണ്ടോ. പഴുത്ത് കഴിഞ്ഞാൽ വൈലറ്റ് കളറാകും, അല്ലെങ്കിൽ പച്ച ഇതുപോലെയാവും.